അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 4ാമത്തെ പാഠം അദ്ദർസുർ റാബിഅ, പാഠം 4. മാ യുഅഫ അൻഹു മിനൻ നജാസാത്ത്. നജസുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്നവ. നജസുകളിൽ നിന്ന് പൊറുക്കപ്പെടുന്നവ ഏതൊക്കെയാണ് എന്ന് ഇതിലൂടെ നമുക്ക് നോക്കാം. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗവും കൂടി നോക്കാം. ശുദ്ധി ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശുദ്ധി ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിസ്കാരം സാധുവാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. നിസ്കാരം സാധുവാകാൻ അഥവാ നിസ്കാരം ശരിയാകാൻ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ ശുദ്ധിയായിരിക്കണം. എന്നാൽ ചില നജസുകൾക്ക് നിസ്കാരത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. ചില നജസുകൾക്ക് നിസ്കാരത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് പഠിക്കാം. ഇളവ് ലഭിക്കുന്ന നജസുകൾ: ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക് പോലെയുള്ളവയുടെ രക്തം, മുറിവ്, മുഖക്കുരു, ചോരക്കുരു മുതലായവയുടെ രക്തം, ചലം. ഇവ തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. ഇവ തൻ്റെ പ്രവൃത്തി കൊണ്ടല്ലെങ്കിൽ കൂടുതലാണെങ്കിലും ഇളവുണ്ട്. തൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ. തൻ്റെ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ കുറഞ്ഞതിന് മാത്രമേ ഇളവുള്ളൂ. കൂടുതലായാൽ ഇളവ് ഉണ്ടാകുന്നതല്ല. 2. മുഗല്ലദ് അല്ലാത്ത അന്യരക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം. മുഗല്ലദ് അല്ലാത്ത അന്യരക്തം, മൂക്കിൽ നിന്നുള്ള രക്തം, ഹൈദ് രക്തം. കുറഞ്ഞതിന് മാത്രം ഇളവുണ്ട്. ഇവയിൽ നിന്ന് കുറഞ്ഞതാണെങ്കിലാണ് ഇളവ്. അഥവാ മുഗല്ലദ് അല്ലാത്ത അന്യരക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. മൂക്കിൽ നിന്നുള്ള രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. ഹൈദ് രക്തം കുറഞ്ഞതിന് ഇളവുണ്ട്. വഴിയിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി. വഴിയിലെ നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ചെളി. ഒരു വഴിയിൽ ചളിയുണ്ട്, അതിൽ നജസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ കുറഞ്ഞ നജസാണെങ്കിൽ അത് പൊറുക്കപ്പെടും. ഈച്ചയുടെ കാഷ്ടം, വവ്വാലിൻ്റെ മൂത്രം, കാഷ്ടം ഇവ പൊറുക്കപ്പെടുന്നതാണ്. കുറവും കൂടുതലും തീരുമാനിക്കുന്നത് പതിവനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ കുറവുകൾ ഏതാണ്, കൂടുതൽ ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് പതിവ് അനുസരിച്ചാണ്. ഒരു വസ്തുവിൽ നജസ് ഉണ്ടെന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. ഒരു വസ്തുവിൽ നജസ് ഉണ്ട് എന്ന് ഉറപ്പില്ലെങ്കിൽ അത് ശുദ്ധിയുള്ളതായി പരിഗണിക്കാം. നിസ്കരിക്കാൻ പോകുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. നിസ്കരിക്കാൻ പോകുന്നവൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇളവില്ലാത്ത നജസ് ഒരാൾ കണ്ടാൽ അവനെ ഉണർത്തൽ നിർബന്ധമാണ്. ഇബാദത്തിലെ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടാലും അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഇബാദത്തിലെ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ച വന്നതായി കണ്ടു, അഥവാ തെറ്റായി പ്രവർത്തിക്കുന്നത് കണ്ടാൽ അയാളെയും അത് അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. പിന്നെ തദ്രീബാത്തിൻ്റെ ഭാഗം നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ 1ാമത്തെ ഭാഗം അജിബ് അനിൽ അസ്ഇലത്തി താലിയ. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നതാണ്. ചോദ്യം 1: കൊതുകിൻ്റെ രക്തം ഇളവ് ചെയ്യപ്പെടുന്നതാണോ? ഉത്തരം: ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ഇളവ് ചെയ്യപ്പെടുന്നതാണ്. ചോദ്യം 2: ഇളവുള്ള നജസുകൾ 3 എഴുതുക. ഇളവുള്ള നജസുകളിൽ നിന്ന് 3 എഴുതുക. ഉത്തരം: ഒലിക്കുന്ന രക്തമില്ലാത്ത കൊതുക്, മുറിവ്, മുഖക്കുരു, ചോരക്കുരു ഇവയെല്ലാം തൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ ഇതെന്താണ്? നജസ് ഇളവുള്ള നജസാണ്. ഇളവുള്ള നജസ്
തൻ്റെ പ്രവൃത്തി കൊണ്ട് അല്ല എങ്കിൽ മുറിവിൽ നിന്നോ മുഖക്കുരുവിൽ നിന്നോ ചോരക്കുരുവിൽ നിന്നോ വരുന്ന രക്തം ഇളവുള്ള നജസ്സുകളാണ്. ചോദ്യം 3. നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം പതിവ് അനുസരിച്ചാണ് നജസ് കൂടുതലോ കുറവോ എന്ന് തീരുമാനിക്കുന്നത്. ചോദ്യം 4. ഇബാദത്തിൽ നിർബന്ധമായ ഒരു കാര്യത്തിൽ ഒരാൾ വീഴ്ച വരുത്തുന്നത് കണ്ടവൻ എന്ത് ചെയ്യണം? ഉത്തരം അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അവനെ അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി, പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. 1. നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരാളുടെ വസ്ത്രത്തിൽ നജസ് കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ഉത്തരം അവനെ ഉണർത്തൽ നിർബന്ധമാണ്. അവനെ അറിയിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. അഥവാ അവനെ അറിയിച്ച് കൊടുക്കുക, ഉണർത്തി കൊടുക്കുക, അവനെ അറിയിച്ചു കൊടുക്കുക, ഇത് നിർബന്ധമാണ്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.